ഗുണ്ടജൻ ഈ പറഞ്ഞ പോലെ കോവിഡ് സമയത്ത് റിലീസായി. നല്ല 25 days തിയേറ്ററിൽ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കളക്ട് ചെയ്തു. അത് കഴിഞ്ഞ് OTT സാറ്റലൈറ്റ് പോയി. അമൃത പടം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അമൃത TV എടുത്ത് OTT ആമസോൺ പ്രൈമിൽ 2022 ഏറ്റവും റീച്ചുള്ള ഒരു സിനിമകളിലൊന്നായിരുന്നു ഹ്യൂമർ കാറ്റഗറിയിൽ. അപ്പോൾ ആ സിനിമയുടെ ഒരു വിജയം അല്ലെങ്കിൽ അത് തന്ന ഒരു പേര് നമുക്ക് ഭയങ്കരമായിട്ട് ഈ അടുത്ത സിനിമയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഇതിനെ നിലനിർത്തുക അല്ലെങ്കിൽ അതിൻ്റെ മേളിലേക്ക് പിന്നെ മൂന്നും വ്യത്യസ്ത സിനിമയായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത്. കാര്യം ചെമ്പരത്തിപ്പൂർ ലവ് സ്റ്റോറി ആയിരുന്നു, ഗുണ്ടജൻ ഒരു കല്യാണ വീട്ടിൽ നടക്കുന്ന ഒരു കോമഡി ഒരു ഫാമിലി മൂവിയാണ്. ഇത് പക്ഷേ അതിൽ നിന്ന് രണ്ടിനും ഡിഫറെന്റ് ആയിട്ടുള്ള സാധനം. ഇത് കുറച്ച് ട്രെയിലർ ഞാൻ കണ്ടു. ട്രെയിലർ കാണുമ്പോൾ എനിക്ക് മനസ്സിലായത് ഇതൊരു സെറ്റ് ഓഫ് വെറൈറ്റീസ് ഉണ്ടെന്ന് തോന്നി സിനിമയിൽ. അതായത് മോട്ടിവേഷനും അല്ലെങ്കിൽ കുറച്ചൊരു ഈ പറഞ്ഞ പോലെ നമുക്ക് കുറച്ചൊരു ഫാമിലി യൂത്തിനെ എന്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ്. സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് നമ്മൾ പറയുന്നുണ്ട്. കാര്യം ഇവിടെ നടക്കുന്ന ഒരു ഇഷ്യൂ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ കുറച്ച് അതിൻ്റെ മേക്കിങ്ങും ഒക്കെ കുറച്ച് ആ രീതിയിലുള്ള പരിപാടി.